ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇനി അടുത്ത രാജ്യമാണ് ജപ്പാൻ. കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ജപ്പാൻ. അപ്പോൾ നമ്മൾ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ജപ്പാനിൽ തുടങ്ങിയിട്ടുള്ളത് 1900-ലാണ്. അതായത് മിഡിൽ 14th സെഞ്ചുറിയിലാണ് ഇപ്പോഴത്തെ അവിടുത്തെ തരത്തിലുള്ള കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷൻസ് വന്നിട്ടുള്ളത്. കോസ് എന്നായിരുന്നു അതിൻ്റെ മീനിങ് ആയിട്ട് വന്നത്. ഇൻഡിജീനിയസ് ഫോമിലാണ് അവിടെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 1947 അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് അസോസിയേഷൻ ലോ അവിടെ പാസ്സാക്കി. അതനുസരിച്ച് കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ്സ്, ഫിഷറി കോപ്പറേറ്റീവ്സ്, ഫോറസ്റ്റ് ഓണേഴ്സ് കോപ്പറേറ്റീവ്സ്, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് കോപ്പറേറ്റീവ്സ്, ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ്, എന്റർപ്രൈസ് ഓഫ് ലോ, അതൊക്കെ അവിടെ നിലവിൽ വന്നു. അങ്ങനെ പലതരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അവിടെ നിലവിൽ വന്നു. അതിലുള്ളതാണ് പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് ഒരു സിറ്റിയിലായിരിക്കും ഓർഗനൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ടൗണിലായിരിക്കും, അല്ലെങ്കിൽ ഒരു വില്ലേജ് ലെവലിലായിരിക്കും. സാധാരണയായിട്ട് അതിൻ്റെ മെമ്പർഷിപ്പ് ഫാർമേഴ്സ് ആയിരിക്കും. നോൺ അഗ്രികൾച്ചർ ഇൻഹാബിറ്റൻസ് അസോസിയേറ്റ് മെമ്പേഴ്സ് ആയിരിക്കും. റെഗുലർ മെമ്പേഴ്സ് ഫാർമേഴ്സും അസോസിയേറ്റ് മെമ്പേഴ്സ് ഫാർമേഴ്സ് അല്ലാത്തവരും ആയിരിക്കും. ദീസ് സൊസൈറ്റീസ് ആർ ഓഫ് ടു ടൈപ്സ്, രണ്ട് തരത്തിലുണ്ട്. മൾട്ടി പർപ്പസ് സൊസൈറ്റീസും ഉണ്ട്, സിംഗിൾ പർപ്പസ് സൊസൈറ്റീസും ഉണ്ട്. സിംഗിൾ പർപ്പസ് എന്ന് വെച്ചാൽ ഇത് ഒരു പർപ്പസ് മാത്രമേ ആ സൊസൈറ്റിയിൽ റൺ ചെയ്യുന്നുള്ളൂ. മൾട്ടി പർപ്പസ് എന്ന് പറഞ്ഞാൽ ആ സൊസൈറ്റിയിൽ ഒന്നിൽ കൂടുതൽ, അതായത് ക്രെഡിറ്റ് കൊടുക്കുക, കൺസ്യൂമർ ആർട്ടിക്കിൾസ് കൊടുക്കുക, അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സ് സപ്ലൈ ചെയ്യുക, സീഡ്സ് സപ്ലൈ ചെയ്യുക, ബാങ്കിങ് ആക്ടിവിറ്റീസ് ചെയ്യുക, അങ്ങനെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന സൊസൈറ്റീസിനെയാണ് എന്ത് പറയുന്നത്? മൾട്ടി പർപ്പസ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സൊസൈറ്റീസ് മൾട്ടി പർപ്പസിലുണ്ട്, സിംഗിൾ പർപ്പസിലുണ്ട്. മൾട്ടി പർപ്പസ് സൊസൈറ്റീസ് ഇൻപുട്ടുകൾ സപ്ലൈ ചെയ്യും, അതുപോലെ ക്രെഡിറ്റ് കൊടുക്കും, മാർക്കറ്റിങ്ങിന് സഹായിക്കും, ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യും, യൂട്ടിലൈസേഷൻ ഓഫ് പ്രോസസ്സിംഗ് ഓഫ് ഗുഡ്സ് അതൊക്കെ ചെയ്യുന്നതായിരിക്കും. സിംഗിൾ പർപ്പസ് സൊസൈറ്റീസ് എന്ത് മാത്രമേ ചെയ്യുള്ളൂ? ഒന്നുകിൽ മാർക്കറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ വേറെ ഏത് പർപ്പസ് ആണെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. എനിവേ, അടുത്ത മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ്സിൽ തന്നെയുള്ളതാണ്. ഇങ്ങനെയുള്ളതൊക്കെ ഫങ്ഷൻ ചെയ്യുന്നത് ഓൺ ദി ബേസ് ഓഫ് ഫുള്ളി ഇൻറ്റഗ്രേറ്റഡ് ഫ്രെയിം വർക്ക് ഓഫ് പ്ലാനിങ്. മെമ്പേഴ്സിൻ്റെ ഗ്രാസ് റൂട്ട് ലെവൽ തൊട്ട് അവർക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഇങ്ങനെയുള്ള സൊസൈറ്റീസ് അവിടെ വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സോഷ്യോ ഇക്കോണമിക് ലൈഫ് ഓഫ് ഫാർമർ മെമ്പേഴ്സ് ആ ഏരിയയിലുള്ളവരുടെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ എന്തായിരിക്കും? ഇക്കോണമിക് ആക്ടിവിറ്റീസ് വിച്ച് ഹെൽപ്പ് ടു ഇൻക്രീസ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി. അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഇക്കോണമിക് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ബെറ്റർ ലിവിങ് ആക്ടിവിറ്റീസ് വിച്ച് ഹെൽപ്പ് ദ ഫാർമേഴ്സ് ഇൻ ഇംപ്രൂവിങ് ദി ക്വാളിറ്റി ഓഫ് എ ലൈഫ്. അങ്ങനെ നോക്കുമ്പോൾ മൾട്ടി പർപ്പസ് സൊസൈറ്റീസിൻ്റെ എന്താണ് ഫങ്ഷൻസ് എന്തൊക്കെയായിട്ട് വരുന്നു? ക്രെഡിറ്റ് സപ്ലൈ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മൾട്ടി പർപ്പസ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്ന സൊസൈറ്റീസിനെയാണ് മൾട്ടി പർപ്പസ് സൊസൈറ്റി. അപ്പൊ ഇതിന്റെ ഫങ്ഷൻസിൽ പെടുന്നതാണ്. ഏത് നാട്ടിലാണെങ്കിലും എന്ത് അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്? മെമ്പേഴ്സിന് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പൊ മൾട്ടി പർപ്പസ് സൊസൈറ്റിയുടെ ഒന്നാമത്തെ ഫങ്ഷനാണ് സപ്ലൈ ഓഫ് എ ക്രെഡിറ്റ്. ഈ ക്രെഡിറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം? ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ബാങ്കുകൾ ലോൺ കൊടുക്കുന്നു. ലോൺ കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും കൊടുക്കുന്നത്? ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മൾട്ടി പർപ്പസ് സൊസൈറ്റിയുടെ രണ്ടാമത്തെ ഫംഗ്ഷനാണ് മൊബിലൈസിങ് ഡെപ്പോസിറ്റ്. ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ പർച്ചേസിങ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് എ ക്രോപ്സ്. മെമ്പേഴ്സിന്റെ അഗ്രികൾച്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നോക്കുമ്പോൾ അവരുടെ ഹാർവസ്റ്റ് കഴിഞ്ഞിട്ട് ക്രോപ്സ് ഒക്കെ ടോട്ടലായിട്ട് പർച്ചേസ് ചെയ്യുന്നു, അസംബിൾ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അത് മാർക്കറ്റിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുന്നു. ഒക്കെ നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും മാർക്കറ്റിംഗ് സൊസൈറ്റീസിനൊക്കെ. സപ്ലൈ ഓഫ് ഫാം ആൻഡ് ഹൗസ് ഹോൾഡ് കമ്മോഡിറ്റീസ്. മെമ്പേഴ്സിന് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഫാം പ്രോഡക്ട്സ്, അതായത് ഇംപ്ലിമെന്റ്സ് ആയിരിക്കും, ക്വാളിറ്റി സീഡ്സ് ആയിരിക്കും, ഫെർട്ടിലൈസേഴ്സ് ആയിരിക്കും, ഇൻസെക്ടിസൈഡ്സ് ആയിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫാം പ്രോഡക്ട്സ് ഒക്കെ സപ്ലൈ ചെയ്യുന്നു. ഹൗസ് ഹോൾഡ് കമ്മോഡിറ്റീസും ആക്കും. പ്രൊവൈഡിങ് അതർ സർവീസസ്. മൾട്ടി പർപ്പസ് സൊസൈറ്റീസ് ആയ കാരണം മറ്റുള്ള എല്ലാ സർവീസസും അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതൊക്കെയാണ് ജപ്പാനിലുള്ള. അപ്പൊ ജപ്പാനിൽ മെയിൻ ആയിട്ട് മൾട്ടി പർപ്പസ് സൊസൈറ്റീസ് ആണ് വർക്ക് ചെയ്യുന്നത് ചുരുക്കം. അപ്പൊ നമ്മളിപ്പോൾ എല്ലാ രാജ്യങ്ങളുടെയൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഈ ചാപ്റ്റർ
ഇന്നത്തോടു കൂടി കഴിഞ്ഞു കേട്ടോ മക്കളെ. ഇനി നമുക്ക് ചാപ്റ്റർ 2 പോകണം. കോപ്പറേറ്റീവ്സ് ആൻഡ് എംപ്ലോയ്മെന്റ് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലത്തെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അടുത്ത ദിവസം തൊട്ട് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.